ഈ കുന്നത്തൂർ പാടിയിലെ, അതായത് മുത്തപ്പന്റെ ആദ്യ മടപ്പുരയായി സങ്കല്പിക്കപ്പെടുന്ന കുന്നത്തൂർ പാടിയിലെ ചന്ദൻ എന്നാണ് ആ ആചാര സ്ഥാനത്തിന് പറയുന്നത്. ആ പറയുന്ന ചന്ദനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറയുന്നത്, നമുക്കിപ്പോൾ ഈ സ്ക്രീനിന്റെ ഒരു വശത്ത് കൊടുത്തിരിക്കുന്ന ഈ മുത്തപ്പൻ വെള്ളാട്ടം എന്ന് പറഞ്ഞ് കോലം കെട്ടി ആടിയിട്ടുള്ള ഒരു ചിത്രം നമ്മൾ ഈ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു സങ്കല്പം മുത്തപ്പ വിശ്വാസത്തിൽ ഇല്ലാത്തതാണ്. മുത്തപ്പ വിശ്വാസത്തിൽ ആകെയുള്ളത് 3 തരത്തിലുള്ള സങ്കല്പമാണ്. ഒന്ന് എന്ന് പറയുന്നത് ആ മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെ ഭാഗമായി മടയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം ഈ പറയുന്നത് പോലെ തന്നെ മുത്തപ്പന്റെ ആചാരപരമായ രീതിയിൽ അവകാശപ്പെട്ട അധികാരികൾ അദ്ദേഹം ഈ പറയുന്ന പൂജാവിധികളൊക്കെ ചെയ്തതിന് ശേഷം ഈ പറയുന്ന വാളെടുത്ത് ഈ പറയുന്ന രീതിയിലുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതാണ്. മറ്റൊന്ന് മുത്തപ്പൻ വെള്ളാട്ടമാണ്. ആ മുത്തപ്പൻ വെള്ളാട്ടം ഈ കണ്ണൂരിലും മലബാറിലുമൊക്കെ ചെറിയ മുത്തപ്പൻ എന്ന് പറയാറുണ്ട്. അതിനു പുറമെ യഥാർത്ഥ വലിയ തിരുമുടിയൊക്കെ വെച്ചിട്ടുള്ള മുത്തപ്പൻ, അങ്ങനെ 3 സങ്കല്പമാണുള്ളത്. ഈ 3ലും പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇതിനെ 3നെയും അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെ രൂപം കെട്ടിയാണ് മലപ്പുറം ചുങ്കത്തറയിൽ ഇങ്ങനെ ഒരു കോലം കെട്ടിയാടി അവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സമാഹരണം ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. ഈ മുത്തപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ രൂപീകരിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെ കോലമൊക്കെ കെട്ടുന്നത് എന്നുള്ളതാണ്. മുത്തപ്പൻ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആവശ്യമേ ഇല്ല. ഏതെങ്കിലും ഒരു മടപ്പുരയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ മുത്തപ്പൻ വെള്ളാട്ടം കെട്ടുക എന്നുള്ളത് ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു അംബാസിഡറായി മുത്തപ്പൻ മാറിയിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.